everyone, welcome back to Shahna's Healthy World. അപ്പൊ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇന്ന് സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലൊക്കെ പോകുന്ന തിരക്കിലായിരിക്കും. സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ മോളാണ്, മോളെയും കൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇവിടെ പോലെ തന്നെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്റെ മോള് പല പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറച്ച് റീസെന്റ് ആയിട്ടാണ് അവൾക്ക് ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായതും അവളിപ്പോ ആ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് തന്നെ കഴിക്കാൻ തുടങ്ങിയതും ഇപ്പൊ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചെറിയ മക്കളാവുമ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് അത് എന്താന്നുള്ളത് മനസ്സിലാക്കാനും കുറച്ച് ടൈം എടുക്കും. അത് മനസ്സിലായി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ നൈറ്റ് ഡിന്നർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രെയിൻ ഫുഡാണ് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് നിങ്ങൾക്ക് ഒരു ത്രൂ ഔട്ട് ദ ഡേ എനർജി കിട്ടില്ല, പഠിക്കാനുള്ള ഒരു ഉന്മേഷം ഒന്നും ഉണ്ടാവില്ല. അതേപോലെ സ്കൂളിൽ പോയിരുന്നാൽ ഫുൾ ടൈം നിങ്ങൾക്ക് ഉറക്കം വരുന്നത് പോലെ തോന്നും, പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അപ്പം നാളെ തൊട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പക്കയായിട്ട് തന്നെ കഴിച്ചിട്ട് പോവാ. അതിനുള്ളൊരു സമയവും നിങ്ങൾ കണ്ടെത്തുക. അപ്പൊ ഞാന് മോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അവള് സത്യസന്ധമായിട്ട് തന്നെ ആൻസർ പറയട്ടെ കേട്ടോ. മോളെ വീട്ടിൽ വിളിക്കുന്നത് പുപ്പു എന്നാണ് കേട്ടോ. അപ്പൊ പുപ്പു എന്ന് വിളിച്ചിട്ട് തന്നെ ഞാൻ ചോദിക്കാം. നാളെ കമന്റ്സ് വരരുത്, പുപ്പു പപ്പി എന്നൊന്നും പറഞ്ഞ കമന്റ്സ് വരരുത്. അത് കാരണമാണ് ഞാൻ അവളെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. അപ്പൊ മോളോട് തന്നെ ചോദിക്കാം കേട്ടോ. പുപ്പു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എപ്പോഴാ, ഏത് ടൈമിലാ പുപ്പു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എന്നിട്ട് ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് കഴിപ്പിക്കലില്ലേ? കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയല്ലേ? അപ്പൊ പിന്നെ ഏത് ടൈമിലാണ് പുപ്പ് കഴിക്കല് ബ്രേക്ക്ഫാസ്റ്റ്? ഒരു എണീക്കണേ 7 മണിക്ക്, കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്കും 8 മണിയാവും. 8 മണിക്ക്. അപ്പം 8 മണി തൊട്ടിട്ടാണ് മോള് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ സാധാരണ നോർമൽ ഒരു വീട്ടില് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരി അരച്ച ദോശയും പുട്ടും ഇഡലിയും ഒക്കെ ആയിരിക്കും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അതേപോലെ തന്നെയാണ്. ദോശ എളുപ്പത്തിൽ ഉണ്ടാക്കാം, ഇഡലി എളുപ്പത്തിൽ ഉണ്ടാക്കാം. അങ്ങനെ എളുപ്പം നോക്കിയിട്ട് ഉണ്ടാക്കുന്ന കുറെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി മുതൽ എല്ലാ വീടുകളിലും ഉണ്ടാവാൻ പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാ വീട്ടിലും ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും വർക്കിംഗ് ലേഡീസ് ആണ്. എല്ലാ വീട്ടമ്മമാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ടാണ് ഈ ദോശയും പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പെട്ടെന്നാവുമല്ലോ. പക്ഷെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ഈസി മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റണം. അതേപോലെ തന്നെ നമുക്ക് ഈ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പൊ എന്റെ മോൾക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല നെയ്യിലുള്ള ദോശയൊക്കെയാണ്. പക്ഷെ ഞാന് ആ ഒരു മെത്തേഡേ മാറ്റി എന്റെ ഉമ്മയും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു മെത്തേഡ് മാറ്റിയിട്ട് ഇടയ്ക്ക് ഇവക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് വെച്ചാല്, എന്റെയും ഒരു റുട്ടീന് കുറച്ച് ബിസി ഷെഡ്യൂളാണ്. മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ വർക്കൗട്ട് ഉണ്ട്, എനിക്ക് ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്ത് കൊടുക്കണം, ട്രെയിനറാണ്. അപ്പം ഞാനും മോർണിംഗ് ബിസി ആയിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗൺ ബ്രെഡും എഗ്ഗും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ബ്രൗൺ ബ്രെഡും എഗ്ഗും വരുമ്പോഴത്തേക്കും, ബ്രൗൺ ബ്രെഡ് എന്ന് പറയുന്നത് ഹോൾ വീറ്റിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടും. എഗ്ഗ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കൂടിയ കാര്യമാണ്. അപ്പൊ പ്രോട്ടീനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം കിട്ടും. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യങ്ങളോട് ചോദിച്ചു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുമ്പോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകുമ്പോൾ എങ്ങനെയാ സ്കൂളിൽ നിനക്ക് പഠിക്കാൻ പറ്റാറുണ്ടോ, ഇരിക്കാൻ പറ്റാറുണ്ടോ? ഇന്ന് ഞങ്ങൾക്ക് 12 മണി ക്ലാസ് ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കുത്തിവരച്ച് 2 ദോശ കഴിപ്പിച്ചു. അത് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാതെ തന്നെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി ഫസ്റ്റത്തെ 2 ടോട്ടൽ 4 പേരിലാണ് ഉള്ളത്. ഫസ്റ്റത്തെ 2 പീരീഡ് നല്ല ഉഷാറായുള്ള സംസാരിച്ചു തന്നു. പിന്നെ ഒരു 3rd പീരീഡ് ആയപ്പോഴത്തേക്കും ടീച്ചേഴ്സ് ഒന്നും വന്നില്ല. അപ്പൊ നമുക്ക് കളിക്കാനുള്ള ടെൻഡൻസിയും ഇല്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകുമ്പോഴാ എങ്ങനെയായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകുമ്പോ ചില കുട്ടികൾ അസംബ്ലിയിൽ തലറിഞ്ഞി വീഴും. കാണാറുണ്ട് അല്ലെ അസംബ്ലിയിൽ തലറിഞ്ഞി വീഴുന്നത്. അപ്പൊ അതാണ് അവസ്ഥ. അതായത് ഇവള് ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, അസംബ്ലിയിൽ ഒരു കുട്ടി തലകറങ്ങി വീണു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വെയിലായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് വെയിലത്ത് അസംബ്ലി ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വെയിലൊന്നും അല്ല, തലകറങ്ങി വീണതാന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല്, രാവിലെ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഹറിബറി ആയിട്ട് നമ്മൾ ഈ അസംബ്ലിയിലൊക്കെ കുറെ നേരം നിൽക്കുമ്പോഴും, അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഒരു
8:45 നിങ്ങൾക്ക് ബസ് വരുന്നത് വെച്ചാല് 8 മണിക്കൊക്കെയാണ് എല്ലാവരും എഴുന്നേക്കുക. എന്നിട്ട് ഹറിബറിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാണ്ട് സ്കൂളിലേക്ക് ഓടി ചെല്ലും, അവിടെ എത്തും, അസംബ്ലിയിൽ നിൽക്കും. കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാലൻസ് കിട്ടാണ്ടാവും, നിങ്ങൾ തലറങ്ങി വീഴും. അതായത് നിങ്ങളുടെ ബ്ലഡിൽ ഇൻസുലിന്റെ ലെവലൊക്കെ കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾക്ക് എനർജി നഷ്ടപ്പെടും, നിൽക്കാനുള്ള ഒരു സ്റ്റാമിന ഒന്നും കിട്ടില്ല, അങ്ങനെ നിങ്ങൾ തലകറങ്ങി വീഴും. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ പെൺകുട്ടികളും കൂടിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ നിങ്ങൾ സ്കൂളിൽ പോവാ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യോ? ഇല്ല. അതേപോലെ ഞാൻ ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം കുറച്ച് റീസെന്റ് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവൾക്ക്. കാരണം തീരെ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒന്നും ഇവളുടെ ബോഡിയിലേക്ക് കയറുന്നില്ല എന്നുള്ളത് മനസ്സിലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഇവളോട് ഞാൻ ഒരു 2 ഗ്ലാസ് എന്ത് കുടിക്കാനാ പറയല്? വെള്ളം. നോർമൽ വാട്ടർ കുടിക്കാൻ പറയാറുണ്ട്. ഒരു കുപ്പി കുടിക്കാറുണ്ട്. അത് ഇപ്പോഴാണ് കേട്ടോ ഒരു കുപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ രാവിലെ എണീറ്റപാട് വന്നു കഴിഞ്ഞാല് ഞാൻ അവളോട് പറയാറുണ്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറയാറുണ്ട്. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തൊട്ട് മുന്നേ ഞാൻ ഇവൾക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മറ്റേ മുന്തിരി ഇല്ലേ, അത്, ഡേറ്റ്സ്, ബദാം. ഞാൻ ഒറ്റക്ക് എടുത്ത് മറ്റേത് ക്യാഷ് കഴിക്കും, അത് വേറെ. പിന്നെന്താ ഇതില്ലേ മറ്റേ ഈ സാധനം എന്താ പറയാ, അല്ല ഒരു സീഡ് ഇല്ലേ മമ്മ, ഒരു ഗ്രീൻ സീഡ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ എടുത്തു കൊടുക്കും, ഇപ്പൊ അവൾ തന്നെ കാണുമ്പോൾ അത് എടുത്ത് കഴിക്കും. അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തിട്ടാണ് ഒരു ഡേ ഞാൻ ഇവളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഇതേപോലെ വീട്ടിലുണ്ടാക്കുന്ന ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിപ്പിച്ചു വിടും. പക്ഷെ അത് എന്റെ ഉമ്മയാണ് കേട്ടോ ദോശയും പുട്ടുട്ടിലൊക്കെ കഴിപ്പിക്കുന്നത്. ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണ വെച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുക്കും, ഇല്ലെങ്കിൽ നേന്ത്രപ്പഴത്തിന്റെ കൂടെ തന്നെ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് കൊടുക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാന് ബ്രെഡില് ബ്രൗൺ ബ്രെഡ്, ഡയബറ്റിക് ഫ്രണ്ട്ലി ബ്രൗൺ ബ്രെഡ് ഉണ്ട്. ആ ഡയബറ്റിക് ഫ്രണ്ട്ലി ബ്രൗൺ ബ്രെഡും അതേപോലെ എഗ്ഗും വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ അത് സാൻഡ്വിച്ച് ആക്കി കൊടുക്കും. അങ്ങനെ സാൻഡ്വിച്ച് ആക്കി കൊടുക്കും. അതായത് 4 സ്ലൈസ് ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ട് നമ്മുടെ ഫ്രൈങ് പാനിൽ ചൂടാക്കിയിട്ട് അതിൽ ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കും. ആ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിന്റെ ഉള്ളില് പിന്നെ നമ്മൾ എഗ്ഗ് ബുൾസൈ ആക്കിയിട്ട് ആ ബുൾസൈയിൽ കുറച്ച് സാൾട്ടും അതേപോലെ തന്നെ പെപ്പർ പൗഡറും ആഡ് ചെയ്തിട്ട് അത് ഇതിന്റെ നടുക്ക് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ കൊടുക്കും. ഉച്ചക്കും അങ്ങനെ കഴിക്കാൻ കൊടുക്കും. അപ്പൊ അങ്ങനെ കഴിക്കുമ്പം അവർക്ക് മോർണിംഗിൽ ആവശ്യമായിട്ടുള്ള കാർബും കയറി, പ്രോട്ടീൻസും കയറി. പ്രോട്ടീൻസ് അവർക്ക് എഗ്ഗിന്നും കിട്ടിയിട്ടുണ്ട്, ബട്ടറിന്നും കിട്ടിയിട്ടുണ്ട്. അതേപോലെ കുടിക്കാൻ ഏറ്റവും മടിയുള്ള സാധനം എന്താ? വെള്ളം കുടിക്കാൻ മടിയാണ്. അപ്പൊ ഞാന് വാട്ടർ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട്. അതേപോലെ കുടിക്കാൻ മടിയുള്ള സാധനമാണ് പാല് ഭയങ്കര മടിയാണ് കുടിക്കാൻ. ഞാൻ അവക്ക് വീടിന്റെ അടുത്തുനിന്ന് വാങ്ങിയ പാലോ പിന്നെ മിൽമേന്റെ പാലൊന്നും കൊടുക്കാറില്ല. നമ്മുടെ ഗുഡ് ലൈഫിന്റെ ടോണ്ട് മിൽക്കാണ് കൊടുക്കാറുള്ളത്. ടോണ്ട് മിൽക്കിൽ കട്ടി ഉണ്ടാവില്ല, പുറത്തിന് മധുരം ഇടാണ്ട തരിക, എനിക്കിഷ്ടല്ല. അപ്പൊ ഞാന് അവക്ക് ആ ടോണ്ട് മിൽക്ക് തന്നെയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറ്, മധുരമൊന്നും ഇടാറില്ല. അങ്ങനെ ഞാൻ കുടിക്കാൻ കൊടുക്കും. ഇപ്പത്തെ ബ്രേക്ക്ഫാസ്റ്റ് റുട്ടീൻ എന്ന് പറയുന്നത് അതാണ്. അതിന്റെ കൂടെ തന്നെ ഇനിയിപ്പം 3 സ്ലൈസ് ഒക്കെയാണ് അവള് ബ്രെഡ് കഴിക്കണേ വെച്ചാല് അതിന്റെ കൂടെ ഞാൻ കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും കഴിക്കാൻ മടിയാണ്. അപ്പൊ ഫ്രൂട്ട്സ് അങ്ങനെ അല്ലാണ്ട് അവള് കഴിക്കില്ല. അപ്പൊ ഞാൻ എന്താക്കും, നമ്മുടെ ഗ്രീക്ക് യോഗേട്ട് പോലത്തെ നല്ല കലോറി കുറഞ്ഞ യോഗട്ട് വാങ്ങിയിട്ട് പ്ലെയിൻ യോഗട്ട് ട്രൈ ചെയ്യണം, നല്ല രസം. പ്ലെയിൻ യോഗട്ട് ഫ്ലേവർ ഒന്നും ആഡ് ചെയ്യാത്ത പ്ലെയിൻ യോഗട്ടില് നമ്മുടെ ആപ്പിള്, ഗ്രേപ്സ്, പിന്നെ അതേപോലെ തന്നെ റോബസ്റ്റ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്യും. അപ്പൊ നല്ല ചെറിയൊരു പുഡിങ് പോലെ ഉണ്ടാവും. അതുപോലെ ആക്കിയിട്ടാണ് ഇവക്ക് കൊടുക്കല്. അതും ചെറിയൊരു ബൗള് കൊടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കല്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടുമ്പം അവൾക്ക് സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോ ആ ഒരു എനർജി ത്രൂ ഔട്ട് ദ ഡേ അവൾക്ക് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ അവൾക്ക് കിട്ടുന്നുണ്ട്. വീക്ക് ആവുന്നില്ല. മറ്റേത് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഫുള്ള് ടയേർഡാണ്, ഉറങ്ങി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് നേരെ വന്ന് കിടക്കാറുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു കാര്യങ്ങൾ കാണാറുണ്ട്. ഇന്നിപ്പം ഇതായിട്ടാണ് വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് കിടന്ന്. പിന്നെ വെച്ചാല് കുറെ ദിവസം സ്കൂളിൽ പോവാണ്ട് ഇപ്പൊ 2 മാസമായിട്ട് നേരെ വൈകിട്ടാണ് എണീക്കല്. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോ അവളുടെ ആ ഒരു ഡേ റുട്ടീന് ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 6 മണിക്കൊക്കെ വിളിച്ചപ്പോ അവൾക്ക് ഉറക്കം എണീക്കാൻ പറ്റണില്ല. അപ്പൊ അങ്ങനെ ആയിട്ട് ഇപ്പൊ ഉച്ചയ്ക്ക് വന്നിട്ടൊന്ന് കിടന്നിട്ടുണ്ട്.
അപ്പൊ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം. ഇങ്ങനൊരു നല്ല വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവാന്. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 4th സ്റ്റാൻഡേർഡ് വരെയാണ് നിങ്ങൾക്ക് മിഡ് മീൽ ഉള്ളത്. ഒരു സ്നാക്സ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു 11th അല്ലേ 11:30 4, 5, 5th സ്റ്റാൻഡേർഡ് ശരിക്കും അലൗഡ് അല്ല. പക്ഷെ 5th സ്റ്റാൻഡേർഡ് അലോഡ് അല്ല, എന്നാലും ഇവര് കൊണ്ടുപോയിരുന്നു. അപ്പൊ എന്താ പറയാ 12 മണി വരെ ഉള്ളത് കൊണ്ട് ഒന്നും കഴിക്കാൻ സ്നാക്സ് കൊണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ളത്. അപ്പൊ അവർക്ക് മാക്സിമം ആ സമയത്ത് നിങ്ങൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കില്ല. വേണ്ടാത്ത കുറെ കലോറി അവർക്ക് കയറുക, ഷുഗർ കയറുക. ചെറുപ്പം തൊട്ടേ ആ ഒരു ശീലം പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർ ആ ബേക്കറിന്റെ ഒരു ക്രേവിങ്സ് അവർ വിടില്ല. അപ്പൊ അങ്ങനത്തെ ക്രേവിങ്സ്, ഷുഗർ ക്രേവിങ്സ് വിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തതൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് മാക്സിമം നാച്ചുറൽ ഫ്രൂട്ട്സ് കൊടുക്കുക. അതേപോലെ നട്ട്സ്, എന്തെങ്കിലും ഡേറ്റ്സോ ബദാം, പിസ്ത അങ്ങനത്തെ നട്ട്സ് കൊടുക്കുക. ഇതൊക്കെയാണ് അവരുടെ ഒരു മിഡ് മീൽ ആയിട്ട് നിങ്ങൾ കൊടുത്തു വിടേണ്ടത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്തു വിടുന്ന സമയത്ത് ദയവ് ചെയ്ത് എല്ലാ അമ്മമാരും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്യുക. അതേപോലെ നൂഡിൽസ് കൊടുത്തു വിടുന്ന അമ്മമാരുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഇനിയിപ്പോ നിങ്ങൾക്ക് റൈസ് കുട്ടി കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചപ്പാത്തി എടുത്ത് അതില് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഷവർമയാണ്. അപ്പൊ നിങ്ങൾ ഷവർമ പ്രിപ്പയർ ചെയ്യുന്ന പോലെ റോൾ ആക്കി കൊടുക്കുക ചപ്പാത്തി. ആ ചപ്പാത്തിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്സിൽ നിങ്ങൾ മാക്സിമം പ്രോട്ടീൻസും പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻസും ആഡ് ചെയ്യുക. അതായത് നിങ്ങൾ ഇപ്പം എഗ്ഗ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു എഗ്ഗ് എടുത്തിട്ട് ഇങ്ങനെ ചിക്കി പൊരിക്കുക എന്ന് പറയില്ലേ, ഓംലെറ്റ് ആക്കിയിട്ട്, അങ്ങനെ ഓംലെറ്റ് ആക്കിയിട്ട് അത് പൊരിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റും, ക്യാപ്സിക്കം ആഡ് ചെയ്യണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ക്യാരറ്റ്, പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ ബ്രൊക്കോളി, പിന്നെ ക്യാബേജ്, ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോളിഫ്ലവർ, ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ മസാല ഉണ്ടാക്കിയിട്ട് ഓവർ സ്പൈസി കാര്യങ്ങളൊന്നും വേണ്ട. ബട്ടറിൽ നിങ്ങൾ ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് ഈ ചപ്പാത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് റോൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, പിന്നെ പീനട്ട് ബട്ടർ അതിനടുക്ക് വൈകുന്നേരം ഒറ്റക്കുണ്ടായിരിക്കും. അങ്ങനെ ഇനിയിപ്പം അവർക്ക് വേറെ ഫുഡൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനത്തെ പീനട്ട് ബട്ടർ ആക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ആക്കുക. ബ്രൗൺ റൈസിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തെങ്കിലും യോഗട്ട് അല്ലെങ്കിൽ ചിക്കന് അല്ലെങ്കിൽ ഫിഷ്, ചില സ്കൂളിലൊന്നും എനിക്ക് തോന്നുന്നു ഫിഷ് ഒന്നും അലൗഡ് അല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താക്കുക, മഷ്റൂം കൊടുക്കുക, പനീർ കൊടുത്തു വിടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് അവരുടെ ഒരു ലഞ്ച് പാക്കിൽ അവർക്ക് വേണ്ടത്. അതേപോലെ ഈ ഈവനിങ് വരുന്ന മക്കൾക്ക് ഭയങ്കര, സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ഉപ്പൂന് അങ്ങനെയല്ലേ? എനിക്ക് പണ്ട് ഞാൻ ന്യൂഡിൽസ് ഫുൾ എല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പോ ഇവിടെ അടുത്ത കടയിൽ നിന്ന് ന്യൂഡിൽസ് കഴിച്ചിരുന്നു. അവള് സത്യസന്ധമായിട്ട് പറയുന്നത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ആ സമയത്ത് അവൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ അവള് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവള് പറയുന്നത്. അതായത് നൂഡിൽസ് ആണ് അവള് തിന്നോണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ചില ഒരു നമുക്ക് തന്നെ തോന്നി തുടങ്ങുന്ന ഒരു സന്ദർഭം വരണം. ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഫുഡേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു സമയമുണ്ട്. അപ്പോഴേ നമ്മൾ സ്വയം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ആദ്യമൊക്കെ ഞാൻ അവളോട് പറയാം അത് കഴിക്കല്ലേ ഇത് കഴിക്കല്ലേ എന്ന് പറയല്ലാണ്ട് ഇവളത് ശ്രദ്ധിക്കേ ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കുറച്ച് വണ്ണം തോന്നിയ പോലെ അപ്പൊ ഞാൻ 2 ദിവസം ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് സ്കൂൾ വർക്കാൻ പോലെ അപ്പൊ വെച്ചിട്ട് 2 months ഈ വീട്ടിൽ കണ്ടിന്യൂസ് ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ക്രേവിങ്സ് ഒന്നും എന്തെങ്കിലും ഇട്ട് കഴിക്കും. പക്ഷെ സ്കൂളിൽ അങ്ങനെ പറ്റില്ലല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചത്തേക്ക് സ്നാക്സ് 7th സ്റ്റാൻഡേർഡ് കൊണ്ട് ഉണ്ടാവില്ല. പിന്നെ ഉച്ചത്തേക്കുള്ള ലഞ്ച് വൈകുന്നേരം വരുമ്പോ ഓക്കെ. അപ്പം നമ്മൾ ഈവനിങ് സ്നാക്സും ഇനി ശ്രദ്ധിക്കുക. കുട്ടികൾ നന്നായിട്ട് വിശന്ന് വരുന്ന സമയമാണ്. ആ സമയത്ത് അവർക്ക് എന്ത് കൊടുത്താലും അവർ കഴിക്കും, എന്ത് കൊടുത്താലും കഴിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സമയത്ത് നിങ്ങൾ അമ്മമാര് പ്രത്യേകിച്ച് ചെയ്യുന്ന കാര്യമാണ് പഴംപൊരി ഉണ്ടാക്കുക, സമൂസ ഉണ്ടാക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. വെറുതെ കുറെ എണ്ണകൾ ഈ വിശന്ന് വരുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഈ ചപ്പാത്തി ഇല്ലേ, നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി എന്താക്കും, ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊറേ എണ്ണ വയ്ക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. അതിൽ ക്രിസ്പി ആയി വരും. അതിലേക്ക് ഞാൻ ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചു തിന്നു. അതാണ് അവസ്ഥ. അതായത് എല്ലാ അമ്മമാരും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എന്റെ വീട്ടില് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, ഉമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഉമ്മ മാക്സിമം പേരക്കുട്ടീനെ ഹാപ്പി ആക്കി വെക്കുന്നതാണ്. ഇങ്ങനെ എന്താ പറയാ, എണ്ണയിലൊക്കെ പൊരിച്ചെടുത്ത് വറുത്തെടുത്തിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ 2 ദിവസം എക്സസൈസ് ചെയ്തിരുന്നു. ആ 2 ദിവസം ഞാൻ 3 ബോട്ടിൽ വെള്ളം കുടിച്ചു ഒരു ദിവസം. അങ്ങനെ ആ ഒരു അവസ്ഥ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ആവിയിൽ വേവിച്ചെടുത്ത നല്ല ഗോതമ്പിന്റെ അടയൊക്കെ അല്ലേ, തേങ്ങയും ശർക്കരയും അതും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അമ്മ. മാക്സിമം അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
ഇവര് കഴിക്കാത്തതും കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ അതൊക്കെ ഗോതമ്പിന്റെ പൊടിയും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ്. പിന്നെ ഇതേപോലെ പഴം പുഴുങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇവർ ഈവനിങ് വരുന്ന സമയത്ത് ചിക്കന്റെ സൂപ്പോ മഷ്റൂം സൂപ്പോ എന്തെങ്കിലും വെജിറ്റബിൾ സൂപ്പോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇവർക്ക് ഹെൽത്തി ആയിരിക്കും. പിന്നെ അതേപോലെ ഡിന്നറും ഇവരെ എന്താക്കുക, നേരത്തെ കഴിപ്പിക്കുക. ആ ഒരു ശീലം മാത്രം ഞങ്ങളുടെ വീട്ടില് റെഗുലർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കുണ്ട്. ഞാൻ ഒരു 6:30 അത് മാത്രമാണ് നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ടിവിയിൽ നല്ല രസമുള്ള പ്രോഗ്രാം തിന്നണ അറിയൂല. അപ്പോ പിന്നെ ഡിന്നർ ഇവിടെ ഏർലി തന്നെ കഴിക്കും. പിന്നെ അതേപോലെ ഡിന്നറും മാക്സിമം നിങ്ങൾ ചോറ് കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കുക. എന്താന്ന് വെച്ചാല് ചപ്പാത്തി നമ്മള് മാക്സിമം ഡിന്നറിന് ചപ്പാത്തിയാണ്, ആരും അങ്ങനെ ചോറ് കഴിക്കാറില്ല. അപ്പൊ മാക്സിമം നിങ്ങള് ഡിന്നർ നേരത്തെ ആക്കാൻ നോക്കുക. ഡിന്നറിൽ ഇതേപോലെ തന്നെ ഒരു ചപ്പാത്തി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കടലക്കറിയോ പയറ് വർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ അവർക്ക് കൊടുക്കുക. പിന്നെ നൈറ്റ് പറ്റുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് അവർ ഉറക്കുക. പറ്റുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്, മാക്സിമം പാല് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ പാല് കൊടുത്തിട്ട് അവർ ഉറക്കുക. ഇതായിരിക്കണം അവരുടെ ഒരു ഡെയിലി റുട്ടീൻ ആയിട്ട് വരണ്ടേ. കാരണം ഇപ്പൊ സ്കൂൾ തുറന്നപ്പോ അമ്മമാർക്കൊക്കെ ഹറിബറി ആയിട്ടുണ്ടാവും, ടെൻഷൻ ആയിട്ടുണ്ടാവും. എന്താണ് ഓരോ ദിവസവും ഓരോ മെനു നമ്മൾ ഉണ്ടാക്കിയല്ലേ, ഇവര് കഴിക്കൂലേ, തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെയുള്ള ടെൻഷനാണ്. അപ്പൊ ഇതേപോലെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാം. പല രോഗങ്ങളിൽ നിന്ന് അവരെ നമുക്ക് രക്ഷപ്പെടുത്താം. ഇപ്പൊ കുറെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് PCOD ഒക്കെ ഇവർക്ക് ഇനി വരാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ കരൾ രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറുപ്പത്തിലെ അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നല്ല പ്രോട്ടീൻസും വൈറ്റമിൻസും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക, ഡിന്നർ ആക്കുക, ലഞ്ച് ആക്കുക. വാട്ടർ കുടിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുക. വാട്ടർ ഫില്ല് ചെയ്ത് തന്നെ കൊടുക്കുക. കാരണം മഴക്കാലാണ്, ഇവർക്ക് ദാഹം ഒന്നും ഉണ്ടാവില്ല. അത് കാരണം വാട്ടർ ഇവർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അതും ശ്രദ്ധിക്കുക. രാവിലെ വാട്ടർ കുടിച്ചിട്ടൊക്കെ വിടാം. അപ്പൊ നമുക്ക് ഇന്ന് അവരോട് ബൈ പറയാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഹെൽത്തി ആയിട്ട് കഴിക്കണം. പിന്നെ ഒരു ദിവസം ഞങ്ങളൊരു വീട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാന്നുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ എല്ലാരും ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടേ, സോറി. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ ഉണ്ടാവും, വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ടാറ്റാ.